ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു റെസിപ്പി വീഡിയോസ് ആയിട്ടാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് കേട്ടോ മുതിര. അപ്പം നമുക്ക് ഒരു പാലക്കാടൻ സ്റ്റൈല് മുതിരക്കറി വെച്ചാലോ? ആദ്യം നമുക്ക് ആ മുതിര ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഞാനാണെങ്കിൽ ഒരു പിടി മുതിര നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ കറിക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. കുറച്ച് വെച്ച് നോക്കിയാൽ മതി കേട്ടോ. ആദ്യമേ വെക്കുന്നവരൊക്കെയാണെങ്കിൽ കുറച്ച് വെച്ച് നോക്കാം. അപ്പോൾ അതാ ഞാൻ മുതിര എടുത്തിട്ട് ഇപ്പം കഴുകുന്നില്ല, നമുക്ക് വറുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കഴുകുക. അപ്പോൾ അതാ ഞാൻ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കും. ഞാൻ കുറേ നാളായിട്ടോ മുതിര കഴിച്ചിട്ട്. അപ്പം പിന്നെ മുതിര കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചാൽ കറി വെക്കാൻ. സാധാരണഗതിയിൽ നമ്മൾ ഈ മുതിര തോരൻ, കഞ്ഞിയും മുതിര തോരനും കഴിച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് വെക്കുന്ന സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഈ സപ്താഹത്തിനൊക്കെ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ കഞ്ഞിയും മുതിരത്തോരനൊക്കെ അങ്ങനെയുള്ള കഴിച്ചുള്ള പതിവേ ഉള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ വീട്ടിലൊന്നും വെച്ചിട്ടില്ല. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കറി വെക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ അതാ ഞാൻ അത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് അതൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കറിനകത്തെടുത്ത് ഇട്ടിട്ട് ഒരു 3-4 വിസിൽ ഞാൻ അടുപ്പിക്കും. നമ്മൾ കഴുകി വരച്ച മുതിരക്കകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 3-4 വിസിൽ വേവുന്നിടം വരെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ വറക്കുന്ന പ്രോസസ്സിങ് ഇല്ലെങ്കിൽ തലേദിവസം നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ വൻപയറൊക്കെ വെക്കൂലേ, അതുപോലെ വേണമെങ്കിലും വെക്കാം. ഇപ്പം നമ്മൾ വറുത്തെടുത്തോണ്ട് കുറച്ച് വേവായിട്ടുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഞാൻ മുതിര വേവുന്ന സമയമാണ് നമുക്ക് കറിക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഒരു 4-5 ചെറിയുള്ളിയും അതുപോലെ തേങ്ങയാണ് ഇവിടെ അരയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് പുളിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ വാളംപുളി ഇല്ലേ, അതാണ് ഇട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൂടെ ഞാൻ പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അരച്ചു വെക്കാം. അരച്ചുകൂടെ വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി ഏകദേശം സെറ്റ് ആവാനുള്ളതാണ്. ഞാൻ വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. തേങ്ങയും നമ്മുടെ ചുമന്നുള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നല്ല പോലെ തന്നെ അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു 3 സ്പൂൺ മുളക് പൊടി എടുക്കുന്നത്. ഇതാണെങ്കിൽ നമ്മുടെ കാശ്മീരി മുളക് പൊടി, അതുകൊണ്ട് കളറേ ഉള്ളൂ, എരിവില്ല. അതിനനുസരിച്ച് വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ ഇതാ മല്ലിപ്പൊടി ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂത്ത് പോവുകയും ചെയ്യരുത്, മൂക്കാതിരിക്കുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഇടുന്നത് എന്താണെന്നറിയുമോ, കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തോട്. കുരുമുളക് പൊടി നിർബന്ധമൊന്നുമില്ല. ഈ കുരുമുളകിന് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടും പിന്നെ നമ്മൾ മുളക് പൊടിക്ക് എരിവില്ലാത്തത് കൊണ്ടുമാണ് കേട്ടോ ഞാനത് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ചൂടാറി കഴിയുമ്പം അതൊന്ന് മിക്സിക്കകത്തിട്ട് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടൊന്ന് കറക്കി എടുത്ത് കൊടുത്താലും മതി കേട്ടോ. എനിക്കാണെങ്കിൽ അതിന് വേണ്ടി സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചൂടിനകത്ത് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നത്. അപ്പം നമ്മുടെ കറിക്കൊന്ന് കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ സഹായിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മിക്സിക്കകത്ത് വേണമെങ്കിൽ നമുക്ക് കറക്കിയെടുത്ത് എടുത്താലും മതി ചൂടാറി കഴിയുമ്പോൾ പൊടി കേട്ടോ. അത്രയും നേരം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ആക്കി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ച മുതിര എടുത്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഇടാം. അപ്പം ഞാനിവിടെ നമ്മുടെ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടിക്കകത്ത് കറി ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ ഒന്നിലും കിട്ടൂലെന്നല്ലേ. അപ്പം ഞാൻ ചട്ടിയാണ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ മുതിര തട്ടിയിട്ടുണ്ട് കേട്ടോ. മുതിര നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ അരച്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ അപ്പം നമുക്കത് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിനകത്തോടെ നമുക്ക് ആ കലക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി ഉണ്ടല്ലോ, അതിൻ്റെ മിക്സിങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുത്ത് കൊടുക്കാം കേട്ടോ. ഇനി വലിയ പണിയൊന്നുമില്ല, എല്ലാം നമ്മൾ വേവിച്ചേക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ആ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വേവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സമയം മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ആ മുളക് നമ്മളാക്കിയ അതിനകത്തോട്ട് പാത്രം തന്നെ ഒന്നുകൂടെ കഴുകിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ മുതിര ആയതുകൊണ്ടും പിന്നെ ഇതിനകത്തുള്ള സംഭവങ്ങൾ തേങ്ങയും എല്ലാം ആയതുകൊണ്ടും കുറച്ചുകൂടെ കുറുകും കേട്ടോ. ഇരിക്കും തോറും നമ്മുടെ ഈ കറി കുറുകി വരത്തതേ ഉള്ളൂ. അപ്പം പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ അതിനകത്തൊരു കുറച്ച് നമ്മുടെ പുളി വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നല്ലോ, അപ്പോൾ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ചഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പം ചേർത്ത് കൊടുക്കാം. അതാ നല്ലപോലെ തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മുടെ അരപ്പൂടങ്ങ് ചേർത്ത് അതിൻ്റെ ആ ജാറൂടെ കഴുകി കുറച്ച് വെള്ളം കൂടെ, ഒരുപാട് വെള്ളം അതിന് തോന്നുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പറ്റി ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് നമ്മുടെ കറിയുടെ ഒരു കൺസിസ്റ്റൻസി അങ്ങനെ ഇരിക്കും കേട്ടോ.
ഇപ്പം ഒട്ടും വെള്ളം വേണ്ടെന്നുള്ളവരാണെങ്കിൽ ഇനി പറ്റിച്ച് കുറുക്കി എടുക്കണം എന്നുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ വെള്ളം ചേർക്കാതെ വേണമെങ്കിൽ എടുക്കാം. നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഈ കറി ഇനിയിപ്പം ഒന്നുകൂടെ ഒന്ന് നമുക്ക് തിളപ്പിച്ചിട്ട് സെറ്റായി കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് ഉപ്പോട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം ഒരു ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല തിളച്ച് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും വീണ്ടും ഒന്ന് കുറുകി വരും കേട്ടോ. ഇനി നമുക്കൊന്ന് കടുവും കൂടെ വറുത്തതിനകത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കറിയൊക്കെ സെറ്റായി. സൂപ്പർ കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഒരു മുതിരയൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.